നമ്മള് സാധാരണ ഉള്ള മനുഷ്യന്മാരെ വലയില് വീഴ്ത്തുന്ന ഒരു സാധനമാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ ഒരു പ്രൊമോഷൻ, അതിപ്പോ സെലിബ്രിറ്റീസ് ചെയ്താലും ശരി, യൂട്യൂബേഴ്സ് ചെയ്താലും ശരി, ഇനി വേറെ ആൾക്കാർ ചെയ്താലും ശരി, ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ ചെന്ന് അതിൽ ചാടുകയും ചെയ്യും, അത് മേടിച്ച് യൂസ് ചെയ്യുകയും ചെയ്യും. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അതൊരു സത്യമാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, ഗർ. വരുന്നവരും പോകുന്നവരും ഇരിക്കുന്നവരും കിടക്കുന്നവരും ഒക്കെ ഈ സാധനം എടുത്തിട്ട് അങ്ങ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഒന്നും ഇല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇത്. അങ്ങനെ മാരക റിസൾട്ട് ഒന്നും എനിക്ക് ഉണ്ടായില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇത് ജാസ്മിൻ ജാഫർ 7 ദിവസം കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എന്തോ മാങ്ങാത്തൊരു കിട്ടി എന്നുള്ളത് ജാസ്മിൻ ജാഫർ ആണെങ്കിലും ഇത് പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരാണേലും പറയുന്നുണ്ട്. സെയിം ഡയലോഗാണ് എല്ലാരും പറയുന്നതെന്ന് ആലോചിക്കണം. സെയിം ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറയുന്നു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇവരുടെ പ്രൊമോഷൻസിലോ ഡയലോഗ്സിലോ വരുന്നില്ല. ഇവരുടെ പ്രൊഡക്റ്റ്, അതായത് ഇവരുടെ ബോഡി വാഷും ഫേസ് വാഷും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് പണി കിട്ടിയ ഒരാളാണ് ഞാൻ. ഇതാണ് ഇവരുടെ ബോഡി വാഷ് എന്ന് പറയുന്നത്. ഈ സെയിം സോപ്പിലെ സാധനം തന്നെയല്ല ഇതിന്റെ അകത്തുള്ളത്. അപ്പം ഇതാണേലും അതാണേലും യൂസ് ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഇവരുടെ ഫേസ് വാഷ് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. ഭയങ്കര റിസൾട്ട് ആയിപ്പോയി. ഇവരുടെ തൊലിഞ്ഞ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്ത് മുഖം മൊത്തം പിമ്പിൾ വന്നു എന്നല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. ഈ സാധനം യൂസ് ചെയ്ത് പണി മേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ സൂക്ഷിക്കുക. ഈ പ്രൊമോഷൻസ് ഒക്കെ സത്യങ്ങളാണ് എന്ന് വിചാരിച്ച് ഇതുപോലുള്ള ചതികളിൽ ചെന്ന് ചാടരുത്. കാരണം ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ നല്ല പൈസ വന്നു വീഴുന്നുണ്ട്. ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അവര് പറയുന്ന എമൗണ്ട് കൊടുത്തിട്ടാണ് ഇവർ ഈ പ്രൊമോഷന് ഇറങ്ങുന്നത് പോലും. അല്ലാതെ ഇവര് യൂസ് ചെയ്ത് നോക്കിയിട്ടല്ല. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ വെറും ഷോ എന്ന് പറഞ്ഞ ഷോ അത്രേ ഉള്ളൂ. കാരണം അവരെ ആൾക്കാരെ ബോധിപ്പിക്കണം, എനിക്കിത് കൊണ്ട് യൂസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് കൊണ്ട് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മള് ഇപ്പൊ ഇവരെയൊക്കെ പോയി സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവര് വന്നിട്ട് ഒരു സാധനം പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഇത് യൂസ് ചെയ്ത് കൊള്ളാം, നല്ല റിസൾട്ടാണ് എന്ന് പറയുമ്പം ഇവരെ വിശ്വസിക്കുന്ന ആൾക്കാർ പോയിട്ട് ഈ സാധനം മേടിച്ച് യൂസ് ചെയ്ത് പണി മേടിച്ചിട്ട് പോലും മിണ്ടാൻ പറ്റാതിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ മൈൻഡിലോട്ട് വരുന്ന ആദ്യത്തെ ചിന്ത ഇത്രേ ഉള്ളൂ: ഞാൻ യൂസ് ചെയ്തു, എനിക്കത് റിസൾട്ട് ഇല്ല, പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടോ, അപ്പൊ എന്റെ കുഴപ്പമാണ്. കുറച്ച് നാളും കൂടെ യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷ ആൾക്കാരും. നമ്മുടെ പ്രശ്നമാണ്, നമുക്ക് മാത്രമേ റിസൾട്ട് കിട്ടാതിരിക്കുന്നുള്ളൂ. അങ്ങനെയല്ല. നിങ്ങളുടെ ഇതേ മൈൻഡ് സെറ്റ് ആൾക്കാർ ചിന്തിക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രശ്നമില്ല അല്ലെങ്കിൽ റിസൾട്ട് ഇല്ല എന്നാണെങ്കിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾ പറയത്തില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തയാണ്, എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ, എനിക്ക് മാത്രമേ ഇത് റിസൾട്ട് ഇല്ലാതുള്ളൂ, ബാക്കി എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് വന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അതല്ല, നിങ്ങൾ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരും വന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവും അവിടെ. പക്ഷെ നിങ്ങൾ അത് ചെയ്യത്തില്ല. കാരണം മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇതിപ്പോ എല്ലാ ആൾക്കാരുടെയും മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇതാണ് ബാക്കിയുള്ള ആൾക്കാർ പോലും ചതിൽ ചെന്ന് ചാടാനുള്ള കാരണമാവുന്നത്. കുറച്ച് പേര് ഇതിനെ ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് ചിന്തിക്കും. ഇതിപ്പം പറയാൻ മടിച്ചിട്ട് പറയാതിരിക്കുമ്പം ബാക്കിയുള്ള ആൾക്കാരും കൂടെ പോയി ചാടും. ഇവർ ഈ മേടിക്കുന്നതനുസരിച്ച് ഇവർക്ക്, അതായത് ഈ ബ്രാൻഡിന് പൈസ കിട്ടും, ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ കിട്ടും, ഈ മേടിച്ച് ഇത് യൂസ് ചെയ്ത് പണി മേടിക്കുന്ന നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ പോകുന്നത്. ഈ ബ്രാൻഡ് കൊണ്ട് തരുമോ, അല്ലെങ്കിൽ ഈ സാധനം പ്രൊമോഷൻ ചെയ്ത ആൾക്കാർ കൊണ്ട് തരുമോ? നിങ്ങൾക്ക് അതിനുള്ള പൈസ കൊണ്ട് തരത്തില്ല, നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. സോ പറയാനുള്ളത് അത് പറയാൻ നിങ്ങൾ ആദ്യം പഠിക്കുക. അത് ചെയ്യാതെ മടിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല. കാരണം നമുക്കോ പണി കിട്ടി, ബാക്കിയുള്ള ആൾക്കാരും കൂടെ പണി കിട്ടി എന്നുള്ള മൈൻഡ് സെറ്റ് വരരുത്. സോ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. തൊലിയല്ലേ, കുറച്ച് കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും പ്രത്യേകിച്ച് ഇപ്പം മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നീയും ഈ പ്രൊമോഷൻ കണ്ടിട്ടുള്ള ഇത് മേടിച്ച? അല്ല, പ്രൊമോഷൻ കണ്ട് മേടിച്ചതല്ല ഞാൻ. പക്ഷെ
ഇതിന്റെ ഇപ്പം റിസൾട്ടും അല്ലെങ്കിൽ ആൾക്കാരും കൊണ്ട് വന്ന് പറയുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി കാര്യം എന്താന്ന് വെച്ചാൽ പറയണം എന്നുള്ളത്. ഈ സാധനം ഞാൻ മേടിച്ചതല്ല, എന്റെ വീട്ടുകാർ മേടിച്ചതാണ്. ബോഡി വാഷിന്റെ കാര്യം. ഫേസ് വാഷ് പിന്നെ ഞാൻ ചാടി വീണതാണ്. കാരണം ഈ ഫേസ് വാഷ് കഴിഞ്ഞ സമയത്ത് നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് എടുക്കും. അതുപോലെയാണ് ഈ ആമസോണിൽ പോയി ഞാൻ തപ്പി. ആമസോണിൽ നിന്ന് കിട്ടിയതാണ് ഈ കൂപ്പ്. എനിക്ക് പണി കിട്ടിയപ്പം പിന്നെ എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ സ്വയം എടുത്തു വെച്ച പണിയാണ് അനുഭവിക്കുക. അത്ര വീട്ടുകാരുടെ അടുത്ത് പോയി പറഞ്ഞാലും നീ സ്വയം മേടിച്ചതല്ലേ എന്ന് ചോദിക്കത്തുള്ളൂ. കാരണം വീട്ടുകാർ പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം നമ്മൾ സ്വയം മേടിച്ച പണിയാണ്, അപ്പൊ നമ്മൾ തന്നെ അനുഭവിക്കുക. അത്രേ ഉള്ളൂ ഇവിടെ. അപ്പൊ ആലോചിക്കുക. ശരിയെന്നാ.